നമസ്കാരം, സ്വാഗതം. ഞാൻ വിഷ്ണു വടൂർ. ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതും അത് തകർക്കുന്നതും ഒരു പുതിയ കാര്യമല്ല. ഓരോ മത്സരങ്ങളിലും ഓരോ താരങ്ങൾ പുതിയ പുതിയ റെക്കോർഡുകൾ നേടാറുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തകർക്കുവാൻ സാധ്യതയില്ലാത്ത 5 റെക്കോർഡുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. തകർക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അല്ല, പക്ഷേ സമീപകാലത്തോ അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞാലോ തകർക്കുവാൻ ഏറ്റവും സാധ്യത കുറവുള്ള 5 റെക്കോർഡുകളെ പറ്റി നമുക്ക് നോക്കാം. നമ്പർ 5, ഇന്ത്യൻ ബൗളർ ബൂംറ 2022 ഇംഗ്ലണ്ടിനെതിരെ ഓരോ ഓവറിൽ 35 റൺസാണ് സ്കോർ ചെയ്തത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓരോ ഓവറിൽ 35 എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഇത് മറികടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഓവറിൽ 36 റൺസ് നേടേണ്ടി വരും. അത് മിക്കവാറും മറികടക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു റെക്കോർഡായിട്ട് നിലനിൽക്കുവാനാണ് സാധ്യത. നമ്പർ 4, ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ തുടർച്ചയായി 16 ടെസ്റ്റ് മത്സരങ്ങൾ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. 2 താരങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 പേരും ഓസ്ട്രേലിയക്കാരാണ്. റിക്കി പോണ്ടിങ്ങും സ്റ്റീവ് ഓയുമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. തുടർച്ചയായി ക്യാപ്റ്റൻ എന്ന നിലയിൽ 16 മത്സരങ്ങൾ ഇവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. ഇതും തകർക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു റെക്കോർഡിന്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. നമ്പർ 3, തുടർച്ചയായി രാജ്യത്തിന് വേണ്ടി 159 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുക. ഒരു താരത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും പരിക്ക് മൂലവും പലപ്പോഴും മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന് വേണ്ടി തുടർച്ചയായി 159 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായിരുന്ന അലസ്റ്റർ കുക്കാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2006 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യപ്പെട്ട എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചു. ഇതും തകർക്കുവാൻ പാടുള്ള റെക്കോർഡുകളുടെ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്പർ 2, ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ബോളറെ സംബന്ധിച്ച് വിക്കറ്റ് നേടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓർക്കുക, ഒരു ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി ആകെയുള്ള 20 വിക്കറ്റുകളിൽ 19 വിക്കറ്റുകളും ഒരൊറ്റ ബോളർ നേടുക എന്ന് പറയുമ്പോഴേക്കും അത് വളരെ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുള്ളത് 1956 ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ജിം ലേക്കർ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ 19 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. തകർക്കുവാൻ വളരെ വളരെ സാധ്യത കുറവുള്ള ഒരു റെക്കോർഡായിട്ട് തന്നെയാണ് നമ്മളതിനെ പരിഗണിക്കുന്നത്. നമ്പർ 1, നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് ഇതിഹാസം ഡോൺ ബ്രാഡ്മാൻ. അദ്ദേഹത്തിന്റെ ആവറേജിനെ പറ്റി ഒരു വലിയ കാര്യം തന്നെ പറയുവാനുണ്ട്. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആവറേജ് എന്ന് പറയുന്നത് 99.94 ഒരു ഇന്നിംഗ്സിൽ അദ്ദേഹം ശരാശരി 99.94 റൺസ് വെച്ച് സ്കോർ ചെയ്യുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി 52 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ബ്രാഡ്മാൻ അതിൽ നിന്നും 80 ഇന്നിംഗ്സുകളിൽ നിന്നുമായി 6996 റൺസാണ് അടിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന്റെ കരിയർ ആവറേജ് 99.94. ഇപ്പോഴും ഒരിക്കലും മറികടക്കുവാൻ ഏറ്റവും സാധ്യത കുറവുള്ള റെക്കോർഡായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഇതിൽ ഞാൻ പറയാതെ പോയ റെക്കോർഡുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. അതോടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ പിന്നീട് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.